നമസ്കാരം, വെൽക്കം ടു ലാവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ക്ലെൻസിങ് എന്ന് വെച്ചാൽ മുഖം ക്ലീൻ ചെയ്യുക. ചില ആൾക്കാർ റോ മിൽക്ക്, അതായത് പാല് യൂസ് ചെയ്യും. ചിലവർ കടലമാവ്, പയറുപൊടി, ഉഴുന്നുപൊടി, അങ്ങനെ പല പല വസ്തുക്കൾ ഉപയോഗിക്കും. ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് ഓരോ കമ്പനീസിൻ്റെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെയും ചെയ്യാറുണ്ട്. ടോണിങ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ എന്നല്ല, ഈ സ്കിന്നിൻ്റെ ഷാബി ആയിട്ടിരിക്കുന്ന ചിലൊരു റിജിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മൾ പിന്നെ മേക്കപ്പിൻ്റെ അടിയിലൊക്കെ ഒരു ടോൺ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ക്ലെൻസിങ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുഖം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ മോയ്സ്ചറൈസിങ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എല്ലാവരും ടോണർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നോർമലി മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ടോണർ ലഭിക്കുന്നുണ്ട് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ വെറും രണ്ട് വസ്തുക്കൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ടോണർ ഉണ്ടാക്കാമെന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന റോസാപ്പൂണ് കേട്ടോ. നാടൻ റോസാണ്. സാധാരണ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് നാടൻ റോസ് ഒരുപാട് വരും. നല്ല മണമാണ്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന റോസ് വാട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം അത്രയും നല്ല മണമുണ്ട് ഇതിന്. ഇത് നമ്മൾ സംസ്കൃതത്തിൽ ഇതിന് ശതപത്രി എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ നാടൻ റോസ്. ഞാൻ ഈ കണ്ട എല്ലാ റോസും ഈ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു 5-6 റോസ് ഞാൻ എല്ലാം കൂടെ പറിച്ചെടുക്കുകയാണ്. ഫുള്ള് നമ്മളിങ്ങനെ നന്നായിട്ട് പറിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്യണം. കീഴാർന്നെല്ലി നിൽക്കുന്നത്. ഇങ്ങനെ വീട്ടിൽ കുറച്ച് ഔഷധ സസ്യങ്ങളുണ്ട്. ഞാൻ ഒരു വ്ളോഗ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യാം. ആക്ച്വലി എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അങ്ങനെ എല്ലാ പൂക്കളും ഓരോന്നായിട്ടെല്ലാം പറിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ടോണർ നമുക്ക് ബോഡി സ്ക്രബ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ നമ്മൾ ഇപ്പോൾ എല്ലാവരും മുഖം കഴുകിയതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മളെ മുഖം ചിലപ്പോൾ ഡ്രൈ ആവും. നമ്മൾ ഓയിലി സ്കിന്നുള്ള മുഖമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒന്നെങ്കിൽ സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഈ ടോണർ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ നല്ലതാണ്, വളരെ നല്ലതാണ്. ഓപ്പൺ പോഴ്സൊക്കെ ഷ്രിങ്ക് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മൾ അന്ന് ഉണ്ടായിരുന്ന എല്ലാ പൂക്കളും കൂടെ പറിച്ച് ഞാനൊരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ നമുക്ക് വേണം. അത് നമുക്ക് എല്ലാവർക്കും ആയുർവേദ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് രാമച്ചം. സംസ്കൃതത്തിൽ ഇതിന് ഉഷീര എന്ന് പറയും. ഇതിൻ്റെ ബോട്ടാണിക്കൽ നെയിം വെറ്റിവേറ സിസിനോയിഡ്സ് എന്നാണ്. അപ്പം ഞാൻ രാമച്ചം നന്നായിട്ട് കഴുകി. കാരണം രാമച്ചത്തിൻ്റെ ഇത് റൂട്ടാണല്ലോ, അപ്പം അതിൽ ഒരുപാട് മണ്ണുണ്ടാവും. നമ്മൾ എത്ര കഴുകിയാലും മണ്ണുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകിയിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിക്കുകയാണ്. നിങ്ങൾക്ക് മുറിക്കാതെ വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മുറിച്ചിട്ടിടുകയാണ്. പിന്നെ നമ്മൾ എത്രയാണ് നമുക്ക് ടോണർ വേണ്ടത്, 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ എത്രയാണ് അത്ര വെള്ളം ആക്കിയിട്ട് തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളത്തിൽ ഞാൻ ഈ മുറിച്ച് വെച്ച ഉഷീര, അതായത് രാമച്ചം ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് പിച്ചി വെച്ച റോസാപ്പൂ ഉണ്ടല്ലോ, അപ്പോൾ ആ റോസാപ്പൂവിൻ്റെ ഇതളും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വെക്കണം. ഇട്ട ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇത് ഇടുകയാണ്. എന്നിട്ട് ജസ്റ്റ് സ്പൂണും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രം കൊണ്ട് അടച്ചിട്ട് ഒരു രാത്രി മൊത്തം വെക്കണം. അതായത് ഇന്ന് വൈകുന്നേരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നാളെ ഇതെടുക്കണം. 24 hours ഇതിൽ കിടക്കണം. ഇതിപ്പോൾ കിടന്ന ശേഷം നോക്കാം, റോസിൻ്റെ ഇതളിൻ്റെ കളറൊക്കെ പോയി, ഈ വെള്ളത്തിനും ഒരു കളറൊക്കെ വേറെ കളറ്. ഇതിപ്പോൾ നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക ജസ്റ്റ്. അപ്പം നല്ലൊരു മണമുണ്ട് കേട്ടോ. ഈ നല്ലൊരു രാമച്ചത്തിൻ്റെ റോസിൻ്റെ ഒക്കെ നല്ലൊരു മണം കിട്ടുന്നുണ്ട്. ഈ വെള്ളം നോക്കൂ, ഇതിൻ്റെ കളർ നോക്കണ്ട, ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. രാമച്ചത്തിൻ്റെ റോസിൻ്റെ ഒക്കെ കളറ് ആ വെള്ളം മൊത്തമായിട്ട് അബ്സോർബ് ചെയ്തിട്ട് അതിലുണ്ട്. ഇത് കാണുന്ന ആ റോസിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊടിയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു സ്പ്രേ ബോട്ടിലിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേണമെങ്കിൽ ഇത് നമുക്ക് ഐസ് ക്യൂബിൻ്റെ ട്രേ ഉണ്ടല്ലോ, ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ട്രേ, അതിലൊഴിച്ചിട്ട് നമുക്ക് മുഖത്ത് റബ്ബ് ചെയ്യാനും മേക്കപ്പിനേക്കാളും മുമ്പ് റബ്ബ് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടോണർ റെഡിയായി. അപ്പോൾ എളുപ്പ
സിമ്പിളായിട്ട്, അതായത് എളുപ്പത്തിൽ എങ്ങനെ ഒരു ടോണർ ഉണ്ടാക്കാമെന്ന് നമുക്ക് മനസ്സിലായി. നല്ല ഈ രാമച്ചത്തിൻ്റെ, അതായത് ഉഷീര നമ്മൾ സാൻസ്ക്രിറ്റിൽ പറയും, ഈ രാമച്ചത്തിൻ്റെ നല്ല മണവും പിന്നെ നമ്മൾ അതുപോലെ നമ്മൾ അതിൽ പനിനീര് റോസല്ലേ ചേർത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഒക്കെ എന്താ നല്ല മണമുണ്ട് ഈ ടോണറിന്. പിന്നെ പുറത്ത് വെക്കുകയാണെങ്കിൽ അതിനൊരു പുളിപ്പ്, എന്തായാലും ഫെർമെൻറ്റേഷൻ നടക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ടോണർ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് നമ്മുടെ മുഖം കഴുകിയ ശേഷം ടോണറായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഫേസ് പാക്ക് ഉണ്ടാക്കില്ലേ, ആ ഫേസ് പാക്കിൻ്റെ കൂടെയും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ റോസ് വാട്ടർ അല്ലെങ്കിൽ തേന്, അലോവേര ജെൽ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയ ടോണർ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ നല്ലൊരു ടോണറാണിത്. നമ്മൾ വെറുതെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതേ റിസൾട്ട് നൽകുന്ന ഒരു ടോണർ. രണ്ടും എന്താ മെഡിസിനിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള 2 ഹെർബ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ ഒരു ഗുണം നമുക്ക് എന്തായാലും നമ്മളെ സ്കിന്നിന് കിട്ടും. പിന്നെ പുറത്തെ എന്താണ് വേറെ ആർട്ടിഫിഷ്യൽ കെമിക്കൽസോ നമ്മൾ പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റെ ഗുണവും നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗിവ് മീ ബിഗ് ഫാറ്റ് തംസ് അപ്പ്. പിന്നെ എന്താണ് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.